നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡിഎംഒയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടുത്തം. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത്. ആളപായമില്ല. ചെറുതുരുത്തി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. പാഞ്ഞാൽ സ്വദേശി സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറാണ് കത്തിനശിച്ചത്. നെല്ലിക്കുന്ന് പള്ളിക്ക് സമീപം BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിനെ തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കല്ലൂരിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ നായരങ്ങാടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞത്. ദേശമംഗലം തലശ്ശേരിയിൽ പാഴ്സൽ വാഹനം മതിലിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. മലപ്പുറം തിരൂരിൽ നിന്നും ഭാഗങ്ങളുമായി പാലക്കാട്ടേക്ക് പോയിരുന്ന മിനി പാഴ്സൽ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മണ്ണെടുത്ത അഗാധമായ കുഴിയിലേക്ക് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ചാലക്കുടിയിലെ കോണ്ടിനെന്റ് ഗ്രൂപ്പ് അക്കര ഷോപ്പിംഗ് കോംപ്ലക്സ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭാ അധികൃതർ തടഞ്ഞു. മണ്ണിടിഞ്ഞുപോയ റോഡരികിലെ 50 മീറ്റർ ദൂരം അടിയന്തിരമായി സുരക്ഷിതമാക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി നോട്ടീസിൽ നിർദ്ദേശം നൽകി. ചേലക്കര എളനാട് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. എളനാട് സ്വദേശി സുഗതന്റെ 20ഓളം വാഴകളും വിനോദിന്റെ 5 തെങ്ങുകളുമാണ് നശിപ്പിച്ചത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. കനത്ത മഴയിൽ ഗുരുവായൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്പനിപ്പടി റോഡിലും മല്ലാട് ഓവുങ്ങൽ റോഡിലും വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. കലശമല ഇക്കോ ടൂറിസം കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് 20ഓളം കുടുംബങ്ങൾ. മഴ കനത്താൽ മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ചു. നവീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ തകർന്ന പാഴായി പാറമേൽപ്പടി മായന്നൂർ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉടൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങി നാട്ടുകാർ. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നാളെ നടക്കും. തൃപ്രയാർ കിഴക്കേ നട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ TKS പുരത്ത് പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനേറ്ററിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ ധാരണയായി. ഇൻസിനേറ്റർ സ്ഥാപിക്കുന്നതിനെതിരെ വാർഡ് കൌൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സമരം നടത്തിയതിനെ തുടർന്നാണ് നടപടി. മതിലകം പോളക്കുളത്തിനോട് ചേർന്ന് നിർമ്മിച്ച വയോജന പാർക്ക് നാടിനെ സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. EMS സ്മൃതിയോടനുബന്ധിച്ച് തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. അത്യന്തം അപകടകരമായ ലോക സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ഇടത് ചിന്തകൻ പ്രഭാത് പട്നായിക് പറഞ്ഞു. ഇരിങ്ങാലക്കുട കാട്ടൂർ വഴി തൃപ്രയാറിലേക്ക് സർവീസ് നടത്തുന്ന ബസ് ഉടമകൾ തമ്മിലുള്ള തർക്കത്തിന് പരിഹാരമാകുന്നു. RTO ജയേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് താൽക്കാലിക പരിഹാരമായത്. പാവറട്ടി കോഴിത്തോട് വൃത്തിയാക്കാത്തതുമൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. പുല്ലും പാഴ്മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് തോട്ടിലെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടു. ഗുജറാത്തിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് UDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തെ മറികടന്ന് അവർ അവതരിപ്പിച്ച നൃത്താവതരണം കാണികളുടെ മനം കവർന്നു. 50-നും 70-നും ഇടയ്ക്ക് പ്രായമുള്ള 20 കലാകാരികളാണ് നൃത്താധ്യാപിക ഡോക്ടർ ചന്ദ്രികയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടന്ന നൃത്ത പരിപാടിയിൽ പങ്കെടുത്തത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരികൾ തെളിയിച്ച് അനുശോചന പ്രാർത്ഥനാ സംഗമം നടത്തി. പുന്നംപറമ്പ് സെന്ററിൽ നടന്ന അനുശോചന യോഗം DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു.
പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോൺസൺ അന്തിക്കാട്, വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ, ഡീക്കൻ നിതിൻ താഴത്ത് എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മെൽവിൻ ചൊവ്വലൂർ മുഖ്യകാർമ്മികനായി. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നിടത്തിന് അടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 164ാമത് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കും. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. വാളയാർ ചാവിടിയിൽ തൃശൂർ സ്വദേശിയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്നു. പാലയ്ക്കൽ പുല്ലോക്കാരൻ ജോയ്സണും സഹായിയും സഞ്ചരിച്ചിരുന്ന കാറാണ് 4-അംഗ സംഘം തടഞ്ഞ് കവർച്ച നടത്തിയത്. ചെന്നൈയിൽ നിന്ന് കാർ മാർഗം കൊണ്ടുവന്ന സ്വർണ്ണക്കട്ടിയും 60,000 രൂപയുമാണ് അക്രമികൾ കവർന്നത്. മാള അഷ്ടമിച്ചിറയിൽ പുലിയിലക്കുന്നിൽ ആടുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്നു. വെള്ളാനി ആനയുടെ വീട്ടിലെ ആടുകളെയാണ് ആക്രമിച്ചത്. ദേശീയപാത പുതുക്കാടിൽ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചു കയറി അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്തു നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന വാനിന് പിന്നിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. തൃശൂർ പാലക്കാട് ദേശീയപാത കല്ലിടുക്കു മുതൽ ചുവന്ന മണ്ണ് വരെ വൻ ഗതാഗതക്കുരുക്ക്. മുടിക്കാട്, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡുകളുടെ വീതി കുറവുമാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നത്. ലോക രക്തദാതാ ദിനത്തിന്റെ ഭാഗമായി തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രക്തദാതാ ദിനാചരണം നടത്തി. രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാനം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്കിലെ ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രതിനിധികളുടെ സമ്മേളനം ശ്രീനാരായണപുരത്ത് നടന്നു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി TK ഹാരിഫ B ഉദ്ഘാടനം ചെയ്തു. KSKTU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന PK കുഞ്ഞച്ചന്റെ ചരമവാർഷികത്തിൽ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. KSKTU മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം ഇരിങ്ങാലക്കുട ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൃപ്രയാറിൽ നടക്കും. കലാപ്രതിഭ പൗർണമിലാൽ ഉദ്ഘാടനം ചെയ്യും. ബാലവേദി പുല്ലൂറ്റ് നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തക ക്യാമ്പ് നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വരടിയം GUPSൽ കളിയും ചിരിയും ഇത്തിരി കാര്യവും എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. ചേർപ്പ് CNN സ്കൂളിലെ മലയാളം അധ്യാപകനും കലാകാരനുമായ ബിജിൻ കൃഷ്ണ ക്ലാസ് എടുത്തു. വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷവും കുടുംബസംഗമവും ഞായറാഴ്ച വാടാനപ്പള്ളിയിൽ നടക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിക്കും. വടക്കാഞ്ചേരിയിൽ ബസ്സിൽ കുഴഞ്ഞു വീണ് യാത്രക്കാരൻ മരിച്ചു. കടിമത്ര മുല്ലക്കൽ വീട്ടിൽ 60 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അശ്വിനി ആശുപത്രിയും അശ്വിനി നഴ്സിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. അശ്വിനി ആശുപത്രി ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിനെ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മുരളി പെരുന്നള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.